ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ഡ്രൈവ് പോകാൻ പോവാണ്. ഇതാണ് എൻ്റെ സൈക്കിൾ പാർട്ട്ണർ, ഓർമ്മയുണ്ടോ? ഇതാണ് നീതു. അപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലവും ബാക്കിയെല്ലാം പോകുന്ന വഴി നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, സിനിമ മാത്രമല്ല നിന്നെ എല്ലായിടത്തും എടുക്കും. 11 കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോടും നേരം ചിരിയായി എന്നെ തേടൂ. അതെ ഗൈസ്, ഇനി വെറും 5 കിലോമീറ്ററിലൂടെ നമുക്ക് എത്തേണ്ട ലൊക്കേഷനിലേക്ക്. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് പാണിയേലിപ്പോര്. അടിപൊളി സ്ഥലമാണ്, നമ്മൾ നെറ്റിൽ കണ്ടപ്പോൾ. ഇനി അതിന്റെ ആ ഭംഗി അതുപോലെ തന്നെ ഉണ്ടോ എന്നുള്ളത് നേരിട്ട് പോയി കണ്ടു നോക്കാം. അടിപൊളി സ്ഥലല്ലേ, സെക്കൻഡ് ഗിയർ ഇട്ടേ ബ്രോ. അങ്ങനെ ഗൈസ്, പാണിയേലിപ്പോരിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നമ്മളെത്തി. ഇതിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ശരിക്കും വൈബല്ലേ. ആ ഒരു നമ്മളെ പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു വരുന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും കണ്ടു നോക്കുക ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതാ ഗൈസ്, നമ്മളങ്ങനെ എൻട്രൻസിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും അതെ കപ്പിൾസിനെ കിട്ടും. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. കപ്പിൾസിൻ്റെ കൂടെ അവർക്കൊരു ഇല്ലേ, എന്തായാലും പറഞ്ഞ് കട്ടുറുമ്പ്. അതെ, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാനിങ്ങനെ കൂടെ നടക്കുന്നു. എന്ത് ചെയ്യുന്നല്ലേ. അതെ അതെ, എന്താ നിങ്ങളെ ഞാൻ വൈറലാക്കി. വൈറലാക്കാം എന്നുള്ള വ്യാജന ഞങ്ങളെ സ്വർഗത്തിലേക്ക് നുഴഞ്ഞു കയറും. അതെ, എന്തായാലും കൊള്ളാം. ഇതിൻ്റെ എൻഡിൽ വരുമ്പം സ്നാക്സും ചായയും കിട്ടും ഗൈസ്. നമ്മൾ പൈസ കൊടുക്കണം. പുച്ഛിച്ചതാ, അവിടെ വരെ കേട്ടില്ലാന്ന് തോന്നുന്നു. നിങ്ങളത് കിട്ടിയിട്ടില്ല, പക്ഷെ പുച്ഛിച്ചതാ. ചായ 3 വേണ്ടല്ലേ? അപ്പം 2 പാറയുടെ അതിലെ കയറി പോവാം. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. അതെ, പോയി കളയാം.
നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള സ്ഥലം. എന്തേ നമ്മളിവിടെ എത്താൻ ഇത്ര വൈകി അല്ലേ? അതെ അതെ. ഞാൻ അഭിനയിക്കാൻ ആളുകളെയും കൊണ്ടാണ് വന്നേക്കുന്നത്. ഓരോ ഷോട്ട് വെച്ചിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ അപ്പം റെഡി അല്ലേ? അതെ. ഏതാണ്ട് കറക്റ്റ് ആ ഒരു താട വാട്ടർഫാൾ പോയൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊന്നും ഇങ്ങനെയല്ല, അല്ലാണ്ട് നമ്മൾ ഈ പോകുന്ന പാസേജില്ലേ ആ ഒരു ഏരിയ കൂടെ പോകുമ്പോൾ അന്ന് ആ പോയൊരു ഫീല് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട്. വീടിലെ സ്ഥലം കേട്ടോ. ശരിക്കും ഇതൊരു കിടിലൻ സ്പോട്ടാണ്. എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അധികം അങ്ങനെ വീഡിയോസ് ഒന്നും ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ല. എന്തായാലും പറഞ്ഞു, ഇത് എറണാകുളത്തു നിന്നൊരു 41 കിലോമീറ്റർ ഉള്ളൂ. പെരുമ്പാവൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 19 കിലോമീറ്റർ അല്ലേ? പെരുമ്പാവൂർ നിന്നൊരു 19 കിലോമീറ്റർ. അപ്പം എന്തായാലും വിട്ടുകളയരുത്, വന്ന് കാണണം. ഒരു വൺ ഡേ അടിച്ചു പൊളിക്കാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് വേണ്ട. ഇപ്പം നമ്മൾ വന്നത് തന്നെ ഉച്ചയ്ക്കാണ്. എന്നിട്ട് തന്നെ നമ്മളിതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ നടന്നിട്ട് തന്നെ ഒരു ബോറടി ഇല്ല, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് സൺഡേ ആയിട്ട് പോലും അത്ര തിരക്കെന്ന് പറയാനും ഇല്ല. ചിലപ്പോൾ ആളുകൾക്ക് അത്ര അറിയില്ലായിരിക്കാം. എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡിലെത്തി ഗൈസ്. ഇവിടെ വരെയുള്ളൂ. ഇവിടെ അങ്ങനെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുന്നതായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ കണ്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വൈബ് എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ്. അതാ ഗൈസ് തങ്കച്ചി പാസം കേട്ടിട്ടുണ്ടാവില്ല. ഗൾഫിൽ കിടക്കുന്ന തങ്കച്ചിയെ ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് നാട്ടിലെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആങ്ങളാണ്. റേഞ്ച് കട്ടായി പോകുന്നു ഗൈസ്. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, മറ്റേ ഇല്ല പാട്ടുണ്ടല്ലോ, ഗൈസ്. അതുപോലെ ഇവിടുത്തെ ഇപ്പം ഓഫ് സീസണാണ്. ഇവിടെ മെയിൻ വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ജനുവരി ടു മെയ് ആണ്. ആ സമയത്ത് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാം. പിന്നെ അത് ഐലൻഡൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാം. പിന്നെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അവിടേക്കും പോവാം അല്ലേ? അവിടേക്കും പോവാം. നമ്മളിപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് നമുക്കതൊക്കെ മിസ്സായി. അപ്പോൾ നമ്മളിനി സീസൺ ടൈമിൽ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നു. ഞായറാഴ്ച ആണെങ്കിൽ പോലും ഇവിടെ അത്ര വലിയ തിരക്കില്ല. പിന്നെ വീക്ക് ഡേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോവാം. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.